ഒരു ദിവസം 50 പേർക്ക് മാത്രം ഓരോ കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന വിവാദ നിർദ്ദേശം പിൻവലിച്ചു ഗതാഗത മന്ത്രി. സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. പ്രതിഷേധം ശക്തമായതോടെയാണ് മന്ത്രി തീരുമാനം മാറ്റിയത്. രാവിലെ മുതൽ ടെസ്റ്റ് നിയന്ത്രണത്തിനെതിരെ സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ ഒരു ദിവസം മാത്രം 50 പേർക്ക് ഡ്രൈവിംഗ് സ്ലോട്ട് നൽകിയാൽ മതിയെന്ന നിർദ്ദേശം ഗതാഗത മന്ത്രി മുന്നോട്ട് വെച്ചു. എന്നാൽ ക്രമമനുസരിച്ച് 50 പേരെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം എങ്ങനെയെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ചു. യുക്തിക്കനുസരിച്ച് ചെയ്യാനായിരുന്നു മന്ത്രിയുടെ മറുപടി. തുടർന്ന് RTOമാർ ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ വിവരമറിയിച്ചു. പക്ഷേ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ഒരു ദിവസം ടെസ്റ്റ് നടത്താനുള്ള ആളുകളെ നിശ്ചയിക്കുന്നതെന്ന കാര്യത്തിൽ ഡ്രൈവിംഗ് സെന്റർ ഉടമകൾക്കും വ്യക്തതയില്ലാതെ വന്നു. ഇതോടെയാണ് ഇന്ന് രാവിലെ മുതൽ ടെസ്റ്റ് നിയന്ത്രണത്തിനെതിരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപക പ്രതിഷേധം ഉയർന്നത്. സ്ലോട്ട് ലഭിച്ച എല്ലാവർക്കും ടെസ്റ്റിന് അനുമതി നൽകണമെന്ന് ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ആവശ്യപ്പെട്ടു. അത് ഏപ്രിൽ 30-ാം തീയതി വരെ സ്ലോട്ടാണ് ഇന്നലെ വരെ ബുക്കിംഗ് ആയിട്ടുള്ളത്. അതിലെല്ലാം 120 കുട്ടികൾക്കുള്ള സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി സുപ്രഭാതത്തിൽ 50 പേർക്കുള്ള സ്ലോട്ടാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പം ഇവിടെ കണ്ടത്. ഇന്നലെ 6 മണി വരെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. 6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. നാളെ മുതൽ ഈ 120 പേര് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 50 പേരെ ഇനി കയറാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങളത് ആരെ കയറ്റി, ആ 50 പേരുടെ മാനദണ്ഡം എന്താണ്? അല്പം ABCD ഇത് കണക്കാക്കിയാണോ, എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഒരു പിടിയില്ല. പിന്നീട് പ്രതിഷേധം ശക്തമായതോടെ മണിക്കൂറുകൾക്കകം ഗതാഗത മന്ത്രി തീരുമാനം മാറ്റി. സ്ലോട്ട് കിട്ടിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ KP ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. പുതിയ പരിഷ്കാരം ഇന്നു മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ചില കേന്ദ്രങ്ങൾ ചേർന്ന് നടത്തിയ അട്ടിമറിയാണെന്നും ഗതാഗത മന്ത്രി ആരോപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.